അച്ചു ഈ കളിയുടെ പേരാണ് വരൂ വരൂല തെരു തെരൂല. എന്താ പേര്? ഇതിലാരൊക്കെ കണ്ട ഒരു കുട്ടി, ഒരു ബാഗുണ്ട്. പിന്നെ ഇത് സൈജ എസ്, ശ്രീകരണം സജീന്ദ്രൻ. ആരാ? കഥയുടെ പേരെന്താണ്? നമുക്ക് കൊടുക്കാൻ പോകുന്നത് ഭാഗമാണ്. ബാഗിന് ഇന്ന് വലിയ സന്തോഷമാണ്. വാവയുടെ തോളിൽ കിടന്ന് അത് ഗമയിൽ കണ്ണുറുക്കി എല്ലാവരും നോക്കി ചിരിച്ചു. ആര് ചിരിച്ചു? ബാഗിനിപ്പോൾ സന്തോഷത്തോടെ ഇങ്ങനെ പോണിട്ട ബാഗ്. ഇന്നാണ് വാവയുടെ ഒപ്പം സ്കൂളിലേക്ക് പോയത്. വാവയുടെ കൂടെ സ്കൂളിലേക്ക് ഇന്നാണ് പോകുന്നത്. അപ്പോൾ ക്ലാസ്സിലെത്തി ബാഗ് വാവയുടെ മേശ കയറിയിരുന്നു. മേശപ്പുറത്ത് വെച്ചു വാവ. വാവ എന്ന് പറഞ്ഞായിരുന്നു ഈ വെള്ളിട്ട്. അങ്ങനെ ടീച്ചർ എത്തി. ബാഗ് അപ്പോൾ ടീച്ചർ എത്തിയപ്പോൾ ഈ മോള് ബാഗിനോട് ബാഗ് പെൻസിൽ താ എന്ന് വാവ പറഞ്ഞു. എന്നാ പറഞ്ഞ? അപ്പോൾ ഇതാ ബാഗ് പെൻസിൽ നീട്ടി. അപ്പോൾ ബാഗ് പെൻസിൽ നീട്ടി കൊടുത്തു. അയ്യോ ഇത് സ്ക്രീനിൽ എഴുതുന്ന പെൻസിലാന്ന് പറഞ്ഞു. വാവയ്ക്ക് ആ സങ്കടം. വാവ കരഞ്ഞു. കാരണം വാവയുടെ പേനല്ലത്. വാവ കരയില്ലേ? ഇത് പേന വാവയുടെ അല്ല, സ്ക്രീനിൽ എഴുതുന്ന പേനയാണ് വന്നത്. അപ്പോൾ ബാഗ് ബുക്ക് താ വാവ വീണ്ടും പറഞ്ഞു. അപ്പോൾ ഇതാ ഒരു ബാഗ് ഒരു നോട്ട് പാഡ് എടുത്ത് നീട്ടി. ബുക്കിന് പകരം നോട്ട് പാഡ് എടുത്ത് നീട്ടി. വാവ വീണ്ടും കരഞ്ഞു. അയ്യോ ഇത് എൻ്റെ ബുക്കല്ല, ഇത് ഡിജിറ്റൽ നോട്ട് പാഡാണ്. അതായത് ഡിജിറ്റൽ നോട്ട് പാഡ് ആക്ച്വലി ഒരു മാജിക്കിൻ്റെ ഒക്കെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നില്ലേ, എഴുതുന്നതൊക്കെ മാജിക്ക് സ്ലേറ്റ് മേത്തൊക്കെ, അതേമാതിരി ഒരു ഡിജിറ്റൽ നോട്ട് പാഡാണെന്ന് പറഞ്ഞു. അപ്പോൾ വാവയ്ക്ക് ആ സങ്കടം. വാവ വീണ്ടും കരഞ്ഞു. പെട്ടെന്ന് ഡിജിറ്റൽ നോട്ട് പാഡിൻ്റെ സ്ക്രീൻ തെളിഞ്ഞു. അത് മൊബൈലിലേക്ക് സ്ക്രീൻ തെളിയുന്ന മാതിരി സ്ക്രീൻ വന്നു, ലൈറ്റ് വന്നു. അതിൽ കരയാതെ പറഞ്ഞു ഞാനില്ലേ എഴുതിക്കോ വരച്ചോ അത് പറഞ്ഞു. എല്ലാവരും പടം വരച്ച് നിറം നൽകൂ. പടം വരച്ച് നിറം നൽകാറില്ലേ? അപ്പോൾ അതേമാതിരി അതിന് പടം വരച്ചിട്ട് കളർ കൊടുക്കാൻ പറഞ്ഞു. ഡിജിറ്റൽ നോട്ട് പാഡിൻ്റെ സ്ക്രീനിൽ അടിപൊളി ഒരു പടം വരച്ചു. സൂപ്പർ ഒരു പടം വരച്ചു. നന്നായി വരച്ചിട്ടുണ്ട്. വാവ പറഞ്ഞു വെള്ളം കുടിക്കാനേ വാട്ടർ ബോട്ടിൽ ചോദിച്ചു വാവ. അപ്പോൾ ഇതാ വാട്ടർ ബോട്ടിൽ വാവയെ കുടിക്കൂ എന്ന് പറഞ്ഞിട്ട് ബാഗ് കൊടുത്തു. ആര് കൊടുത്തു? വാവയ്ക്ക് കൊടുത്തു. വാവയ്ക്ക് ബാഗ് കൊടുത്തു. വാവയ്ക്ക് വാട്ടർ ബോട്ടിൽ കൊടുത്തു. അപ്പോൾ വാവ സന്തോഷത്തോടെ ബോട്ടിൽ തുറന്നു. വായിലേക്ക് ഒഴിച്ചതും ഒപ്പമായിരുന്നു. കുടിക്കാൻ വേണ്ടി ഒറ്റടിക്ക് വെള്ളം കുടിക്കില്ല, കുടിച്ചു. പാവയ്ക്ക് ജ്യൂസിൻ്റെ കയ്പ്പ്. പാവയ്ക്കാന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ? കയ്പ്പയ്ക്ക. ഈ കഴിക്കുന്ന സാധനം കയ്പ്പയ്ക്ക. അത്യാവശ്യത്തിൻ്റെ അല്ലേ? അതിന് പാവയ്ക്ക ജ്യൂസിൻ്റെ കയ്പ്പ്. തുപ്പണോ ഇറക്കണോ? തുപ്പിയാൽ പോകും, ഇറക്കിയാൽ കഴിക്കും. വാവ കണ്ണുറുക്കി ഇറച്ചി മുഖം ചുളിച്ച് അടിച്ചിറക്കി. അതായത് കണ്ണും ഇതൊക്കെ ചുളിച്ച് പിടിച്ചിങ്ങനെ കയ്പ്പിങ്ങനെ ഇറക്കുമല്ലോ. ഇറക്കുമ്പോൾ സുഖം ഉണ്ടാവില്ലല്ലോ, മധുരന്മാരില്ലല്ലോ. ആ മുഖം ചുളിച്ച് അടിച്ചിങ്ങനെ ഇറക്കിയല്ലോ. വാവ ബാഗിനോട് പിണങ്ങി. ബാഗ് സങ്കടമായി. വാവ ചോദിച്ചൊന്നും ബാഗ് കൊടുത്തില്ലല്ലോ. പെൻസിൽ ചോദിച്ചപ്പോൾ സ്ക്രീനിലിരുന്ന പെൻസിൽ കൊടുത്തു. ബുക്ക് ചോദിച്ചപ്പോൾ ഡിജിറ്റൽ ബുക്ക് കൊടുത്തു. വെള്ളം ചോദിച്ചപ്പോൾ പാവത്ത് ബുക്ക് കൊടുത്തു. പിന്നെ ബാഗിനോട് പിണങ്ങൂലേ? അപ്പോൾ ബാഗിന് സങ്കടമായി. എന്ത് ചെയ്യാന്നിട്ട് അപ്പോൾ അച്ഛനൊരു ബാഗ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ അവിടെ അച്ഛൻ ജോലിക്ക് പോയ സ്ഥലത്ത് വാവയുടെ പാവം അച്ഛൻ ബാഗിനോട് പറഞ്ഞു പേന തരാൻ. അച്ഛനും പേന തരാൻ പറഞ്ഞു. ബാഗ് ഒടിഞ്ഞൊരു കഷ്ണം ക്രയോൺസാണ് കൊടുത്തത്. ക്രയോൺസ് കൊടുത്തു അച്ഛന് പേന കൊടുത്തില്ല, ക്രയോൺസാണ് കൊടുത്തത്. നോട്ട് പാഡ് തരാൻ പറഞ്ഞു. ബാഗ് ചിത്ര പുസ്തകം എടുത്ത് കിട്ടി. അപ്പോൾ എന്താ കാരണം? അച്ഛൻ്റെ ബാഗ് മോളെ കയ്യിലും മോളെ ബാഗ് അച്ഛൻ്റെ കയ്യിലുമായി. അച്ഛൻ്റെ മോളെ പുസ്തകം പിന്നെ ക്രയോൺസൊക്കെ ഈ ബാഗിലായിരുന്നു. അപ്പം അച്ഛന് മനസ്സിലായില്ല. അപ്പോൾ അച്ഛൻ ഉച്ചയായപ്പോൾ അച്ഛൻ പറഞ്ഞു ബാഗ് വിശക്കുന്നു. ബാഗ് പറഞ്ഞു അതിനെന്താ, ഇതാ ലഞ്ച് ബോക്സ് ഉണ്ട്. അച്ഛന് ലഞ്ച് ബോക്സ് എടുത്തു കൊടുത്തു. ബാഗ് എന്ത് കൊടുത്തു? ലഞ്ച് ബോക്സ് അച്ഛൻ എടുത്തു കൊടുത്തപ്പോഴാണ് അച്ഛൻ ലഞ്ച് ബോക്സ് തുറന്നപ്പോൾ എന്താ കാണുന്നത്? ജിലേബി ചിരിച്ചിരിക്കുന്നു.
മിൽക്കി മിസ്റ്റ്, ലൈസ്, ഇതൊക്കെ ആരെ അച്ഛനല്ല കഴിക്കുക, കുട്ടികളല്ല കഴിക്കുക. ആരപ്പോൾ വാവ കഴിക്കേണ്ട ഭക്ഷണം അച്ഛൻ്റെ ബോക്സിലായി. മിൽക്കി മിസ്റ്റ്, ലൈസ്. അയ്യോ ഷുഗറിൽ എനിക്ക് അച്ഛൻ ചിന്തിക്കാൻ സമയം കിട്ടിയില്ല, അച്ഛൻ ചിന്തിക്കാൻ പറ്റില്ല, കാരണം ഷുഗർ അച്ഛനുണ്ട്, ഇത് കഴിച്ചാൽ അച്ഛൻ ഷുഗർ കൂടും. ഇന്നെന്താ വിശേഷം, പെരുന്നാളാണോ, കൊള്ളാമല്ലോ എന്ന് ചോദിച്ച് കൂട്ടുകാരെല്ലാവരും കൂടി ലഞ്ച് ബോക്സിൽ തട്ടിപ്പറിച്ചു. അച്ഛന് കൊണ്ടുവന്ന ലഞ്ച് ബോക്സിൽ ജിലേബി കണ്ടപ്പോൾ കൂട്ടുകാരെ വിചാരം എന്താണ്, എന്തെങ്കിലും വിശേഷമാണോ, നമ്മൾ സ്കൂളിലേക്ക് അച്ഛൻ്റെ ബർത്ത്ഡേക്ക് മിഠായി കൊണ്ടുപോയിട്ട് കൊണ്ടുപോകാറില്ല, അതേമാതിരി കൊണ്ടുവന്ന് വെച്ചിട്ട് കൂട്ടുകാരെല്ലാവരും ബോക്സ് തട്ടിപ്പറിച്ചു. എല്ലാവരും അത് തിന്നാൻ തുടങ്ങി. തിന്നു കഴിഞ്ഞ് അച്ഛൻ്റെ കൂടെ ഓട്ടോയിൽ വാവയുടെ ബാഗും സ്കൂളിൽ എത്തിച്ചു കൊടുത്തു. അച്ഛൻ്റെ സ്കൂളും ബാഗ് കൊണ്ടിട്ട് അച്ഛൻ്റെ ഇത് വാവയുടെ ബാഗല്ല, വാവയുടെ ബാഗ് അച്ഛന് സ്കൂളിൽ എത്തിക്കാൻ പോകണം. ഓട്ടോറിക്ഷ പിടിച്ച് അച്ഛന് സ്കൂളിലേക്ക് പോയി. അപ്പം അച്ഛൻ വന്നപ്പോൾ കാണുന്നത്, അച്ഛൻ വാവയുടെ ചവിട്ടിയിൽ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ്, പിന്നെ കയ്യിൽ ഡിജിറ്റൽ നോട്ട്ബുക്ക്, ചുറ്റിലും കുട്ടികളുടെ തിരക്ക്. അച്ഛൻ്റെ സ്മാർട്ട് വാച്ച് ഫ്രണ്ടിൻ്റെ കയ്യിൽ. അച്ഛൻ്റെ ബാഗിലുണ്ടായ സാധനങ്ങളൊക്കെ എല്ലാവർക്കും കൊടുത്തു. ബ്ലൂടൂത്ത്, പിന്നെ ഡിജിറ്റൽ നോട്ട്ബുക്ക്, പിന്നെ സ്മാർട്ട് വാച്ച്. അറിയില്ല സ്മാർട്ട് വാച്ച് കണ്ടിട്ടുണ്ടോ? ആ വാച്ചൊക്കെ ഒരു കുട്ടികളുടെ കയ്യിൽ അവർ കളിക്കിനി, ഇതല്ലേ, അവർ കളിച്ചോണ്ടിരിക്കിനി. അച്ഛൻ്റെ കയ്യിലെ ബാഗ് വാവയെ കണ്ടതും വാവയ്ക്ക് നേരെ ഒറ്റ ചട്ടം. അപ്പം അച്ഛൻ്റെ കയ്യിലത്തെ ബാഗിന് വാവനെ അറിയാമല്ലോ. അപ്പോൾ വാവനെ കണ്ടപ്പോൾ വേഗം ഒറ്റ ചട്ടം കൊടുത്തു. വാവയുടെ മേശയിലിരുന്ന ബാഗ് അച്ഛൻ നേരിൽ ഒറ്റ ചട്ടം കൊടുത്തു. അപ്പം എന്തായി, അച്ഛൻ്റെ ബാഗ് ആർക്ക് കൊടുത്തു? അച്ഛൻ്റെ ബാഗ് ആർക്ക് കൊടുക്കുക? അച്ഛൻ്റെ ബാഗ് ആയിരുന്നു വാവയുടെ. വാവയുടെ ബാഗ് ആയിരുന്നു. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു. അച്ഛൻ വാവയോട് പറഞ്ഞു, തരൂ, എല്ലാം തരൂ, അത് അച്ഛൻ്റെ സാധനങ്ങൾ ഇവരെ കൂട്ടുകാരുടെ കയ്യിലുണ്ടല്ലോ. വാവയും കൂട്ടുകാരും പറഞ്ഞു തരൂലെന്ന്. അവർ കളിക്കാൻ കിട്ടിയ സാധനങ്ങളല്ലേ. അച്ഛൻ ഹെഡ്സെറ്റിനോട് ഡിജിറ്റൽ നോട്ട്ബുക്കിനോടും പറഞ്ഞു വരൂ, എല്ലാവരും വരൂ. അപ്പം പറഞ്ഞു വരില്ല, എൻ്റെ രസമായ ഇവിടെ ഞങ്ങൾ കളിക്കാൻ നിൽക്കുകയാണ്, ഇവിടെ വരില്ല എന്ന് പറഞ്ഞിട്ട് ഹെഡ്സെറ്റും നോട്ട്ബുക്കും ഒക്കെ പറഞ്ഞു. അച്ഛൻ ഹെഡ്സെറ്റും സ്മാർട്ട് വാച്ചും എല്ലാം എടുക്കാൻ ആഞ്ഞു. അതായത് എല്ലാതും എടുക്കാൻ വേണ്ടിയിട്ട് കുട്ടികളുടെ അടുത്ത് കൂടെ ഓടി നടന്നു. അപ്പോൾ വരൂല, തരൂല, അവർ പിടി കൊടുക്കാതെ ജനൽ വഴി ചാടി മൈതാനത്തേക്ക് ഓടിക്കൂടെ കുട്ടികളും പിന്നാലെ ടീച്ചറും ഓടി. അതായത് അച്ഛന് ഹെഡ്സെറ്റും സ്മാർട്ട് വാച്ചൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഓടുമ്പോൾ ഇവർ പറഞ്ഞു വരൂല, തരൂല. അവർ പിടി കൊടുക്കാതെ ജനൽ വഴി ചാടി ഓടി. മൈതാനത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രൗണ്ടില്ല, കളിക്കുന്ന ഗ്രൗണ്ട്, അവിടേക്ക് ഓടിയിട്ട് പിന്നാലെ കുട്ടികളും ടീച്ചറൊക്കെ ഓടുന്നു ഹെഡ്സെറ്റും ഇതൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട്. ഡിജിറ്റൽ നോട്ട്ബുക്ക് വാവയെയും കൂട്ടുകാരെയും വിളിച്ചു. എല്ലാവരും ചെന്നു. അതിൽ നിറയെ കഥാപുസ്തകങ്ങളും. വാവയെ വായിക്കാം, കഥ വായിക്കാം. ഡിജിറ്റൽ നോട്ട്ബുക്ക് വാവയെയും കൂട്ടുകാരെയും വിളിച്ചു. ആ ഡിജിറ്റൽ നോട്ട്ബുക്ക് കുട്ടികളൊക്കെ വിളിച്ചു. എൻ്റെ എല്ലാവരും അവിടെ ചെന്ന് നോക്കിയപ്പോൾ അതിൽ നിറയെ കഥാപുസ്തകങ്ങളും. വാവയെ വായിക്കാൻ എന്നിട്ട് ഡിജിറ്റൽ ബുക്ക് പറഞ്ഞു. കഥയും പുസ്തകവും ചിത്രങ്ങളും ഒക്കെ ഡിജിറ്റൽ ബുക്കിലുണ്ടായിരുന്നു. അപ്പോൾ എന്തായി കഥയുടെ അർത്ഥം? എല്ലാവരും കൂടി കളിച്ച് രസിച്ച് ഡിജിറ്റൽ ബുക്കും എല്ലാം കൂടി കളിച്ച് അച്ഛൻ തിരിച്ചു കൊടുത്തു. അച്ഛൻ ജോലിക്ക് പോയി. ഉണ്ണിയുടെ ബാഗ് ഉണ്ണിക്കും കിട്ടി. അങ്ങനെ ഈ കഥ ഇങ്ങനെ കഴിഞ്ഞു. അപ്പോൾ കഥയുടെ പേര് എന്നിട്ടാണ് തരൂല. മനസ്സിലായ? ടീച്ചർക്ക് പറഞ്ഞു കൊടുക്കുക കഥ എന്താണെന്ന് പറഞ്ഞു കൊടുക്കില്ല. അപ്പോൾ ഗുഡ് ബോയ്.